ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു. കരാറിന്റെ ചട്ടക്കൂട് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% പിഴ തീരുവ അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 25-ൽ നിന്ന് 18% കുറയ്ക്കുകയും ചെയ്തു. അമേരിക്കയിൽ നിന്നുള്ള വിവിധ ഭക്ഷ്യ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ ഒഴിവാക്കും. ഇന്ത്യക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്തയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിനായുള്ള ട്രംപിന്റെ പ്രതിബദ്ധതയ്ക്ക് നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ബൽറാം, അങ്ങേയറ്റം വിമർശനങ്ങൾക്ക് വിധേയമായ ഒന്നാണ് ഇൻഡോ US വ്യാപാര കരാർ. ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാവുകയും ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകൾ അമേരിക്കയ്ക്ക് നിരുപാധികം തുറന്നു കൊടുക്കുകയും അങ്ങനെ ഇവിടുത്തെ കർഷകരെ ആകെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന വ്യവസ്ഥകൾ കരാറിലുണ്ട് എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, ഇതിന്റെ പ്രഖ്യാപനം ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയതിൽ പ്രതിപക്ഷം അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് ഇൻഡോ US വ്യാപാര കരാറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? ജി കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ച ഒന്നായിരുന്നു ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ എന്നുള്ളത്. അതിൽ പ്രധാനമായും ഉയർന്ന ആശങ്ക കർഷകരുടെയും ക്ഷീരകർഷകരുടെയും ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. ഇന്ത്യൻ വിപണി US കാർഷികോൽപ്പന്നങ്ങൾക്ക് സ്വതന്ത്രമായി തുറന്നുകൊടുക്കുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും തകർക്കും എന്നുള്ള ആശങ്ക കർഷക സംഘടനകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യവസായ മേഖല ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒന്നുകൂടിയായിരുന്നു ഈ ഒരു വ്യാപാര കരാർ എന്നുള്ളത്. ഈ യഥാർത്ഥ വ്യാപാര കരാറിന് മുൻപായുള്ള ഇടക്കാല കരാർ, അതിൻ്റെ ചട്ടക്കൂടാണ് തയ്യാറായിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ചട്ടക്കൂട് ഉടനടി നടപ്പിലാക്കുമെന്നും ഇടക്കാല കരാർ ഉഭയകക്ഷി വ്യാപാര കരാറിലെത്തിക്കാനായി പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും അറിയിക്കുന്നത്. ഈ ഒരു ചട്ടക്കൂട് അനുസരിച്ച് US ഉൽപ്പന്നങ്ങൾക്ക്, വിവിധ കാർഷികോൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. അതിൽ നട്ട്സ്, പഴങ്ങൾ, സോയാബീൻ, എണ്ണ, വൈൻ, മദ്യം എന്നീ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, രാസവസ്തുക്കൾ, ചില യന്ത്ര സാമഗ്രികൾ എന്നിങ്ങനെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 18% തീരുവ വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ വിമാനഭാഗങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ ഇനി ഒഴിവാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കരാർ അല്ലെങ്കിൽ ഈ ചട്ടക്കൂട് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നേരത്തെ ഏകപക്ഷീയമായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഘട്ടത്തിൽ $50,000 കോടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് ഈ ഒരു ചട്ടക്കൂടിൽ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ ഊർജ്ജോൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, ഉരുക്ക് വ്യവസായത്തിനുള്ള കോക്കിംഗ് കോൾ എന്നിവ 5 വർഷത്തേക്ക് ഇന്ത്യ വാങ്ങും. ഈ $50,000 കോടി ചെലവഴിക്കുക ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കും എന്ന് ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതേസമയം GK സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇന്ത്യൻ കർഷകരുടെയും ക്ഷീരകർഷകരുടെയും ആശങ്കകൾ അവരുടെ അടിസ്ഥാനമില്ല എന്നാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹമാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാർഷിക പാലുൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നും ചോളം, ഗോതമ്പ്, അരി, സോയ, കോഴി, പാൽ, ചീസ്, എത്തനോൾ, പുകയില, ചില പച്ചക്കറികൾ, മാംസം തുടങ്ങിയവയ്ക്ക് പൂർണ്ണ സംരക്ഷണമുണ്ട് എന്നുമാണ് മന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. വ്യാപാര കരാറിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് US-ന് തീരുവ ഇളവുകൾ അനുവദിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ചോളവും മണിച്ചോളവും US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുമോ എന്നുള്ള ആശങ്ക ഇന്ത്യയിലെ കർഷകർ പങ്കുവച്ചിരുന്നു. അതിൽ കാലിത്തീറ്റയ്ക്കായുള്ള മണിച്ചോളം ഇറക്കുമതി ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഈ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളുടെയും വികസനത്തിനും സൗഹൃദം ശക്തമാകുന്നതിനും ഇത് സഹായിക്കുമെന്നും രാജ്യത്തെ യുവാക്കൾക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇരുവർക്കും സന്തോഷം നൽകുന്ന കരാർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഈ കരാർ സംബന്ധിച്ച് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഇന്ത്യയും അമേരിക്കയും പുറത്തിറങ്ങിയിരിക്കുന്ന സംയുക്ത പ്രസ്താവനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.